സോ ഗൈസ്, ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫ്രഷപ്പ് ആവാനായിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോയ്ലറ്റ് വളരെ മോശം അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ കേരള സഭക്കാന്തി ആയിരുന്നു നമ്മുടെ എക്സ്പെൻസ് ട്രെയിൻ വരുന്നത്. സോ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. മണി 4:30 ഇപ്പോഴാണ് വിശന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ് ഐറ്റംസ്. ഇതെല്ലാം നമ്മുടെ ആശാൻ്റെ വൈഫ് രാവിലെ ഉറക്കമൊഴിച്ച് ഉണ്ടാക്കിയതാണ്. സോ താങ്ക്സ് ടു ചിന്നു. ഫുഡെല്ലാം ഓക്കെയാണ്. കാരണം ട്രെയിനിലെ ഫുഡ് കഴിച്ചാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ്, കാരണം 2 ദിവസം ട്രാവൽ ചെയ്യാനുള്ളതാണ്. സോ ട്രെയിനിലെ ഫുഡ് കഴിച്ചാൽ ശരിയാവില്ല. സോ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കി തന്നെ കൊണ്ടുവന്നത്. നമ്മൾ രാത്രിത്തെ ഫുഡും ഇതേപോലത്തെ തന്നെ എടുത്തിട്ടുണ്ട്. സോ ഇപ്പം നമ്മളിപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് ഇപ്പോൾ സ്റ്റേഷനിലാണ്. സ്റ്റേഷനിൽ നിർത്തിയിട്ടേക്ക് പോകണം. അപ്പോൾ മണി ഒരു 4:30. ഗുഡ് മോർണിംഗ് ഗൈസ്. സോ നമ്മളിപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഇപ്പോൾ എണീറ്റുള്ളൂ. നല്ലൊരു ഉറക്കം വരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പനവേല് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ഒരു 1300 കിലോമീറ്ററോളം ഉണ്ട് കസറത്ത് നിസാമുദ്ദീൻ നമ്മുടെ സ്റ്റേഷനിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി തൊട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ വൈകുന്നേരമൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി തൊട്ടൊന്നും കഴിച്ചില്ല. പിന്നെ ഇന്നലെ രാത്രിത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. നല്ല ഉറക്കമായിരുന്നു. പിന്നെ കൂടെ ഉണ്ടായിരുന്നവർക്കും ബുദ്ധിമുട്ടാണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ രീതിയിൽ വീഡിയോസ് ചെയ്യാറ്. കപ്പിൾസ് ആയിരുന്നു, മാരീഡ് കപ്പിൾസ് ആയിരുന്നു. അവർ പനവേലി സ്റ്റേഷനിൽ ഇറങ്ങി. ഇപ്പം നമ്മുടെ കൂട്ടത്തിലൊരു പ്രായമായിട്ടുള്ളൊരു പുള്ളിയുണ്ട്. പുള്ളി ചണ്ഡീഗഡിലോട്ടാണ്, ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റേഷനിലോട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷപ്പ് ആവണം. ഇപ്പോൾ ബാക്കിയുള്ള ജേർണിയുടെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ ബാക്കി കാണിക്കാം. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് പോയി കാണാം. അപ്പം ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് ഈ വീഡിയോ തന്നെ കാണാം. ചായനെ പറ്റി നമ്മുടെ നാട്ടിൽ വാട്ടവെള്ളം എന്ന് പറയും. എന്നാലും കുടിക്കാം. നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ ചപ്പാത്തി നമ്മൾ തന്നെ കൊണ്ടുവന്നാണ്. അറിയാലോ ട്രെയിനിലെ ഫുഡിൻ്റെ കാര്യം. ചപ്പാത്തി, ചിക്കൻ കറി. എഗെയിൻ താങ്ക്സ് ടു ചിന്നു. സോ ഗൈസ്, ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫ്രഷപ്പ് ആവാനായിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോയ്ലറ്റ് വളരെ മോശം അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ കേരള സഭക്കാന്തി ആയിരുന്നു നമ്മുടെ എക്സ്പെൻസ് ട്രെയിൻ വരുന്നത്. സോ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ടോയ്ലറ്റിന്റെ അവസ്ഥ വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത റെയിൽ വൺ എന്ന് പറഞ്ഞ ആപ്പ് നമ്മുടെ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് അപ്പം തന്നെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. വിത്തിൻ മിനിറ്റ്സ് ഒരപ്പം തന്നെ വന്ന് ആ പ്രശ്നം റീസോൾവ് ചെയ്തു. അല്ലേ, ഒരു 5 മിനിറ്റ്. അതെ, മാക്സിമം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അവർ വന്ന് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് തന്നു. അപ്പൊ തന്നെ കോളും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എന്താണ് പ്രശ്നം ചോദിച്ചു, കാര്യങ്ങൾ വന്ന് അവർ സോൾവ് ചെയ്തു. അവർ കോള് വന്നു, നമ്മുടെ ക്യാബിൽ വന്നവർ സംസാരിച്ചു, നമ്മളെ കൊണ്ട് കാണിച്ചു തന്നു ഇതാണ് റീസൺ ഉണ്ടായെന്നും അവർക്ക് എന്താണ് അത് റീസോൾവ് ചെയ്യാൻ പറ്റാഞ്ഞെന്നുള്ള റീസൺസ് എല്ലാം അവർ കാണിച്ചു തന്നാണ്. കംപ്ലൈന്റ് ചെയ്തതിന്റെ പ്രൂഫ് ഇതിലുണ്ട്. കാരണം നമ്മൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇത് നമ്മളതൊരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു വെച്ചാണ്. കാരണം നമ്മളത് ചെയ്തതിന് എന്താണ് നമ്മുടെ കയ്യിലുള്ള തെളിവ്. കാരണം അറിയാലോ ഇപ്പൊ നടക്കുന്ന എല്ലാവരും ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പോ നമുക്ക് ഇവിടെ ആയിട്ടൊരു നമ്പർ കാണാം. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ആയിട്ടൊരു നമ്പർ എല്ലാ ഇതിന്റെയും ഇവിടെ ഇങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ ഈ നമ്പേഴ്സിലാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത്. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പൊ അതിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലൈൻറ്റ്സ് റീസോൾവ് ആയില്ല എന്നുണ്ടെങ്കിൽ, ക്ലീനിങ്ങിന്റെ കാര്യത്തെ പറ്റി റിസോൾവ് ആയില്ല എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ആ ഒരു കംപ്ലൈൻറ്റ് യൂസ് ചെയ്യേണ്ടത്. സോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫസ്റ്റ് എ സി മാത്രമല്ല, അതെ, എല്ലാ കോച്ചും. കാരണം ആ ഒരു ടോയ്ലറ്റിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എ സിയിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കോച്ചുകളിലായിരുന്നു നമ്മൾ പറയേണ്ട ആവശ്യം. കാരണം ജനറൽ കമ്പാർട്ട്മെന്റിനെ കാട്ടി ഭയങ്കര ഒരു മോശാവസ്ഥയിലായിരുന്നു നമ്മൾ ചെന്ന സമയത്തുണ്ടായിരുന്നു. അവരപ്പം തന്നെ വന്ന് ക്ലീൻ ചെയ്തു. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും നമുക്ക് റെയിൽവേയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. സോ ഇങ്ങനെ ആയിരിക്കണം. സോ ഇപ്പം ഇങ്ങനത്തുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ, സോ മാക്സിമം ട്രാവൽ ചെയ്യുന്ന സമയത്ത്, കാരണം ലോങ് ട്രിപ്പ് പോവാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അതെ, എന്നാലും ചെയ്തോളൂ എന്ന് ചിന്തിക്കാതെ അതെ നമ്മൾ മുന്നോട്ട് വന്ന്
പ്രതികരിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. നമ്മളായിട്ട് ഇപ്പൊ അത് കംപ്ലൈന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആരും അത് അറിയാൻ പോകുന്നില്ല. നമ്മളായിട്ട് അത് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആരും അറിയാൻ പോകുന്നില്ല. സോ ഇവിടുത്തെ ഈ ഒരു കമ്പാർട്ട്മെന്റിൽ അവിടുത്തെ സ്റ്റാഫിന് ഇങ്ങനൊരു ഇതിന് വേണ്ടിയിട്ടാണ് അവരെ ശമ്പളം കൊടുത്തവർ നിർത്തിയിരുന്നത്. സോ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യലാണ്. സോ അത് നമ്മൾ അവരിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർ വന്ന് സ്റ്റാഫ് വന്ന് നമ്മുടെ അടുത്ത് സോറി പറഞ്ഞു. സോ നമ്മൾ അതിനകത്ത് വേറെ ഇഷ്യൂ ആക്കാൻ പിടിക്കാനൊന്നുമില്ല. കാരണം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പോകുമായിരുന്നു. കാരണം നമുക്ക് പ്രയോറിറ്റി ക്ലാസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ പൈസ കൊടുത്ത് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്ന. പൈസ നമുക്ക് വെറുതെ കിട്ടുന്നില്ല. ജനറൽ ആയാലും സ്ലീപ്പർ ആയാലും അതെ, പൈസ നമ്മൾ കൊടുക്കലാണ്. ക്യാഷ് കൊടുത്താൽ ട്രാവൽ. അതെ, അപ്പൊ അതിനുള്ള ഒരു നമുക്കുള്ള സർവീസ് നമ്മൾ തന്നെ ചോദിച്ച് മേടിക്കും. കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു മേടിക്കും. അത്രേ ഉള്ളൂ. അത് എവിടെയാണെങ്കിലും ട്രെയിനിലെന്നല്ല, എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. സോ ഇന്ന് വോട്ടെടുപ്പിന്റെ ദിവസമാണ്. ഞങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വോട്ടിന് പോകാൻ പറ്റില്ല. നേരത്തെ ബുക്ക് ചെയ്ത് പോകേണ്ടതാണ്. സോ എല്ലാവരും വോട്ട് ചെയ്യുക. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. അതെ, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ അല്ലെങ്കിൽ നാടിന് ഉപകാരപ്പെടുമോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക. അല്ലാതെ അതെ, നമുക്ക് അത് പേഴ്സണൽ ലൈഫിലോട്ട് മാക്സിമം കൊണ്ടുവരാതിരിക്കുക. നമ്മുടെ കുടുംബത്തിലോട്ട്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലിയിലോട്ട് മാക്സിമം ഇത് കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കുക. കാരണം നമ്മളിപ്പോ കുറെ ആൾക്കാരുണ്ട്. അതെ അതെ, കാരണം നമുക്ക് എപ്പോഴും വലുത് രാഷ്ട്രം തന്നെയാണ്. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്ന എല്ലാം. സോ അതെപ്പോഴും മനസ്സിലുണ്ടാവുക. സോ അത്രേ ഉള്ളൂ. സോ ബാക്കി ജേർണിയുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ ഫുഡ് കഴിച്ചു. ഒരുപാട് നല്ല നോയ്സ് ഉണ്ട്. അതെ, പിന്നെ കാണാനായിട്ട് നല്ല നല്ല കാഴ്ചകളല്ല ഉള്ളത്. ഫുള്ളും ഇപ്പോ നോർത്ത് ഇന്ത്യ ആയല്ലോ, ട്രാവൽ ചെയ്യുന്ന വഴികളൊന്നും വലിയ പ്രത്യേകിച്ച് അങ്ങനെ കാണാനായിട്ടുള്ളതൊന്നുമില്ല. അതൊന്നും എത്തിയിട്ടില്ല. പിന്നെ അതുകൊണ്ടിട്ടാണ് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന്റെ ഒരു ഇഷ്യൂസ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് അങ്ങോട്ടും. അപ്പൊ ഈ ഇവിടെ ഈ ഒരു ക്യാബിനകത്ത് എയർ നോയ്സ് കുറവായതുകൊണ്ടിട്ടാണ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത്. പുറത്തുനിന്നാണെങ്കിൽ ഭയങ്കര നോയ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് ഒരുപാട് ബ്ലോഗേഴ്സ് ചെയ്യണ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ട്രെയിൻ യാത്രകളൊക്കെ മാത്രം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അതെ അതെ, നമ്മുടെ തുടക്കക്കാരാണ്. സോ അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ട് നമ്മളെല്ലാം ചെയ്യണം. ഓക്കെ, അപ്പോ ശരി. ഇപ്പോ ഇതിൽ കാണാം. അടുത്തടുത്ത വിശേഷങ്ങളായിട്ട് നമ്മൾ വരും. ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു ട്രെയിനിൽ ഇപ്പൊ വേണമെങ്കിൽ ഒരു ഉച്ചയായി. അപ്പൊ ഇനി ഒരു ഏകദേശം 1000 കിലോമീറ്റർ കൂടി ഇനിയും ഉണ്ട്. നമുക്ക് നാളെ രാവിലെ നമ്മൾ എത്തുള്ളൂ. ഇന്നിപ്പോ 9-ാം തീയതിയാണ്. നാളെ രാവിലെ എത്തുള്ളൂ. അപ്പൊ ഇനിയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. സോ ഗൈസ്, ഇന്നത്തെ പരിപാടികൾ ഏകദേശം തീരാറായി. ഇപ്പൊ നമ്മൾ സൊമാറ്റോന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. കാരണം ഇവിടുത്തെ ഫുഡ് മോശമായതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്. സോ സൊമാറ്റോന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിക്കണം, നേരെ കിടക്കണം. നാളെ നമ്മൾ രാവിലെ വെളുപ്പിനെ അവിടെ എത്തും. ഏകദേശം ഒരു 6 മണിയാകുമ്പോഴത്തേക്കും വെളുപ്പിനെ അവിടെ എത്തും. അപ്പോൾ എത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം അറിയാമല്ലോ, ട്രെയിനിൽ തന്നെയാണ് ഫുൾ ടൈം. ഓൾറെഡിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നും കൂടെ ഒന്ന് കഴിഞ്ഞ് കിട്ടണം. കാരണം നാളെ എങ്ങാനും, കാരണം ഡൽഹിയിൽ അധികം ടൈമില്ല, സ്റ്റോപ്പ് അധികം ടൈമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങിപ്പോയാൽ അതിലും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇതാണ് ഇപ്പോൾ Day 2. നാളെ Day 3 ഡൽഹിയിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയുടെ ഒരിക്കലും മറക്കരുത്. 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റത്തെ നമുക്ക് ഗിവ് അവേ. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നിങ്ങളൊക്കെ അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വീഡിയോ എൻ്റർടൈനിങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാം. ഇപ്പം ഇന്നത്തെ വീഡിയോ വലിയ എൻഗേജിങ് ആവാനൊന്നും ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഫുൾ ടൈം ട്രെയിനിൽ തന്നെയാണ് ഫുഡ് കഴിക്കുന്ന വീഡിയോസും പിന്നെ അതേപോലെ തന്നെ ട്രെയിനിൽ 1-2 വിഷ്വൽസും കാര്യങ്ങളും മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ട്രെയിനിൽ എന്ന് വെച്ചാൽ ഉണ്ടായ ചെറിയൊരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ മാത്രം മെയിൻലി ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളൂ. നാളെ മുതൽ എന്തായാലും എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോസ് മാക്സിമം കൊണ്ടുവരാം. കാരണം ട്രെയിനിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല, പുറത്തത്തെ വിഷ്വൽസ് കാണിക്കാനും പറ്റുന്നില്ല. പുറത്ത് കാണിക്കാനും മാത്രം വലിയ വിഷ്വൽസും ഇല്ല. നല്ല തണുപ്പുണ്ട്. തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നല്ല തണുപ്പായിരിക്കും. -ഡിഗ്രി തണുപ്പിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. 10 ഡിഗ്രി താഴെയായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മണാലിയെത്തുമ്പോൾ എന്തായാലും -ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോർമലി ഒരു 10 ഡിഗ്രിയിൽ താഴെ ഇപ്പോൾ ടെമ്പറേച്ചർ നിൽക്കുന്നത്. എന്തായാലും നമുക്കിനി നാളെ രാവിലെ ഫസ്റ്റത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.